പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ആദ്യം നാം കണക്കിലെടുക്കേണ്ടത് വോട്ടുകളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടുകളുടെ ശതമാനത്തിലും എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിലും 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാം പരിഗണിക്കുമ്പോൾ വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1,32,927 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടപ്പോൾ 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1,37,302 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 4,375 വോട്ടിന്റെ വർധനവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് നാം വ്യത്യസ്തമായി പരിഗണിക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭ, പിരായേരി, മാത്തൂർ, കണ്ണാടി എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്നതാണ് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം. ഇവിടെ പാലക്കാട് നഗരസഭയിൽ പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഗുണപരമാണ്. കാരണം BJPയുടെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് പാലക്കാട് നഗരസഭ. ഇവിടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടാണ് ഉള്ളത്. എന്നാൽ പിരായേരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ളതാണ്. പിരായേരി UDFന് വലിയ മേൽക്കൈയുള്ളതാണെങ്കിൽ മാത്തൂരും കണ്ണാടിയിലും ഏകദേശം തുല്യ ശക്തിയാണ് LDFും UDFും. പക്ഷെ ഈ 3 പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ഇടതുപക്ഷത്തിനും UDFനും അത്ര ആശ്വാസകരമായ ഒരു വാർത്തയല്ല. എന്നിരുന്നാൽ പോലും നാം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളെ വിലയിരുത്തുമ്പോൾ പാലക്കാട് നഗരസഭയിൽ BJP ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ അതിജീവിക്കുവാൻ UDFന് സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന് കാരണമാകുന്നത് നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഒരു ഷിഫ്റ്റാണ്. ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗം ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്ത് UDFിലേക്ക് കൃത്യമായ ഒരു ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭയിൽ BJP നേടിയ മേധാവിത്വത്തെ അതിജീവിക്കുവാൻ ഈ വോട്ട് ഷിഫ്റ്റിലൂടെ UDFന് സാധിക്കും. ഇവിടെയും കാര്യമായ നഷ്ടമുണ്ടാകുന്നത് ഇടതുമുന്നണിക്കാണ്. മൂന്നാമത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് പാലക്കാട് നഗരസഭയിലെ BJP മുന്നേറ്റത്തെ അതിജീവിക്കുവാൻ UDFനെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ തൃശൂർ മോഡൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ BJPയെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം സാധ്യത നിലനിൽക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് തന്നെയാണ് ഇവിടെ UDFന് ഏറ്റവും ഗുണകരമായത്. രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും ഒരു പാൻ കേരള ഇമേജുള്ള ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയാണെങ്കിൽ P. സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് UDFിൽ നിന്ന് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ ഒരു സ്ഥാനാർത്ഥിയാണ്. കാടിളക്കിയുള്ള പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോതിൽ സഹായകരമായി. പൊതുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന UDF അനുഭാവ അന്തരീക്ഷം UDFന് ഗുണപരമായി. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ വിരുദ്ധ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് UDFിലേക്ക് ഏകീകരിക്കപ്പെട്ടു എന്നാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന്, വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നാലാമതായി വരുന്ന ഘടകം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രവർത്തനം നടത്തിയിട്ടും അവരുടെ വോട്ട് ബാങ്കുകൾ സുരക്ഷിതമായി നിലനിർത്തിയിട്ടും UDF BJPയെ അതിജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന പ്രധാന ഘടകം കൊണ്ട് തന്നെയാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന ഘടകം യഥാർത്ഥത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി BJPയുടെ പ്രകടനത്തെ മറികടക്കുവാൻ UDFന് അനുകൂല ഘടകമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ LDFന് UDFനും ഏകദേശം തുല്യ ശക്തിയുള്ള മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലും UDFന് വലിയ രീതിയിലുള്ള മേൽക്കൈ നേടുവാൻ ഇത് UDFനെ സഹായിക്കുന്നുണ്ട്. ഇത്തരം ഘടകങ്ങൾ പരിശോധിച്ച് നാം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 5 മുതൽ 8% വോട്ടുകളുടെ വ്യത്യാസത്തിൽ BJPയെ പരാജയപ്പെടുത്തി UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിൽ MLA ആയി മാറുമെന്നാണ്. 5 മുതൽ 8% വരെ വോട്ടുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഏകദേശം 6800 മുതൽ 11000 വോട്ടുകളുടെ വ്യത്യാസമാണ് BJPയേക്കാൾ UDFന് കൂടുതലുണ്ടാകുക. അതായത് ഭൂരിപക്ഷം 6000-നും 11,000-നും ഇടയിലാകും എന്നാണ് ഞങ്ങളുടെ അവലോകനം. അവസാനമായി ഒരു കാര്യം പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വോട്ടുകളിലുണ്ടാകുന്ന കാര്യമായ ചോർച്ചയാണ്. ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമാണെങ്കിൽ പാർട്ടി ചിഹ്നത്തിലുള്ള ഭാരവാഹിയുടെ അസാന്നിധ്യവും ഉൾപാർട്ടി പ്രശ്നങ്ങൾ മൂലവും CPMന് ഉറപ്പായും ലഭിക്കേണ്ട കേഡർ വോട്ടുകളിൽ ഒരു വിഭാഗം മരവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനത്തിലുള്ള ഇടിവിൽ നിന്ന്
ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന UDF സ്ഥാനാർത്ഥി 6000 മുതൽ 11000 വോട്ടുകൾക്ക് ജയിക്കുമെന്നുള്ള അവലോകനം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.